ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് മെസ്സേജസ് ഫ്രം യുവർ സ്പിരിറ്റ് ഗൈഡ്സ് ആണ്. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൽ നിന്നുള്ള മെസ്സേജ് ഇപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടത് എന്താണ്, അവർക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളതെന്ന് നോക്കാം. ത്രീ ഓഫ് സോൾസ് ആണ്, സ്റ്റാർ, മജീഷ്യൻ, ന്യൂ ബിഗിനിങ്, കിങ് ഓഫ് വൺസ് ആണ്, ത്രീ ഓഫ് സോഴ്സ് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് ഷാഡോയാണെന്ന് തോന്നുന്നു. അത് ഷാഡോയാണ്. സിക്സ് ഓഫ് സോഴ്സ് ആണ്. നിങ്ങൾ ടവർ, ഹൈറഫന്റ്, Ace of Pentacles, Six of Pentacles, Ace of Cups ആണത്. Ace of Swords വന്നിട്ടുണ്ട്. ഇതൊന്നൊരു 2-3 കാർഡ്സ് കൂടി എടുക്കാം. എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ, അതിനെന്ത് മെസ്സേജസ് ആണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് കൂടെ നോക്കാം. ഫോർ ഓഫ് പെന്റക്കിൾ, ഫോർ ഓഫ് സോർഡ്സ്, ഫൈവ് ഓഫ് കപ്സ്, ത്രീ ഓഫ് കപ്സ്. ഫ്ലവേഴ്സ് ആണ്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. തേർഡ് ഐ ചക്ര, മെന്റൽ കോൺഫ്ലിക്റ്റ്, പ്രോസ്പെരിറ്റി ബിഗിൻസ് ആണ്. ഹാർട്ട് അറ്റാക്ക് ആൻഡ് ലോസ്. ഇതിലെന്താണ് കിട്ടിയിട്ടുള്ളത് നോക്കാം. ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ, ക്യാരേജ് എ ജേർണി ഐദർ ഫിസിക്കൽ ഓർ മെന്റൽ, ക്രാക്കഡ് കപ്പ്, ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ലൈഫ്, ട്രീ ആണ്, അഫെയർസ് വിത്ത് യുവർ ഫാമിലി. അപ്പോൾ ഇതിൽ കാണാൻ പറ്റിയത് ത്രീ ഓഫ് സോർട്സ് ആണ്. വീണ്ടും ത്രീ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ശരിക്കും പെയിൻ അനുഭവിച്ച് കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഹാർട്ട് ബ്രേക്കാണ്. നിങ്ങൾക്ക് അത് എത്ര ചിന്തിച്ചിട്ടും ആ ഒരു വേദന മാറ്റാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒരുപാട് ശരിക്കും ട്രൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഈ ഒരു കാര്യം മറക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പക്ഷേ അതിന് വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ എത്ര ചിന്തിക്കേണ്ടെന്ന് വിചാരിച്ചാലും അത് വീണ്ടും വീണ്ടും വളരെ ആഴത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരുന്നുണ്ട്. കാരണം അത് ആഴത്തിലേറ്റൊരു മുറിവ് തന്നെയാണ്. ത്രീ ഓഫ് സോർഡ്സ് നിങ്ങളെ ഒരുപാട് വേദനയിലാക്കി എന്ന് കാണുന്നുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ വേദനിച്ചത് ഈ ഒരു കാര്യത്തിലായിരിക്കും. ഇതുവരെയുള്ള ലൈഫിൽ ഈ ഒരു കാര്യത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ വേദനിച്ചതെന്ന് കാണുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ എന്തിനാണോ ഇത്രയധികം വേദനിച്ചത് അതിനൊരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. സിക്സ് ഓഫ് സോർഡ്സ് ആണ്. ആ ഒരു കാര്യം ചേഞ്ച് വന്ന് നിങ്ങളുടെ ഒരു ആഗ്രഹം സഫലീകരിക്കുന്ന രീതിയിലാകുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ വേദനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആഗ്രഹം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്.
കാരണം ഈ ഒരു ചേഞ്ച് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇത് വേറൊരു ലെവലിലേക്ക് ആകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് എപ്പോഴും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, അവർ നിങ്ങൾക്ക് വഴി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വഴിയിലൂടെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ യാത്ര ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. സ്റ്റാറാണ്. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റാർ സീഡാണ് എന്തായാലും. അപ്പോൾ ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടൂല എന്ന് തന്നെ കാണുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം ദൈവം സഫലീകരിക്കും. നിങ്ങൾ ഒരു സ്റ്റാറിനെ പോലെ തിളങ്ങാനുള്ള ഒരു സമയം ഉടനെ ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. മജീഷ്യനും 7 ഓഫ് സോഴ്സും വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഈ ഒരു ഇത് കണ്ടില്ലേ, നിങ്ങൾ എത്ര തന്നെ ഹാർട്ട് ബ്രേക്കിലൂടെ പോയാലും ആരൊക്കെ നിങ്ങൾക്ക് വിഷമങ്ങൾ വരുത്തിയാലും അതൊന്നൊക്കെ ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മജീഷ്യൻ പറയുന്നത്. നിങ്ങൾക്കൊരു മാജിക്കൽ പവർ ഉണ്ട് ഓൾറെഡി. ദൈവം നിങ്ങളെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് എന്നുള്ളതാണ്. ടവറാണ്, ചേഞ്ചാണ്. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ആ ഒരു അവസ്ഥ പൂർണ്ണമായും ചേഞ്ച് ആകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഒരു ഹൈറഫൻ്റാണ്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് ആരോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം ഇതിൽ ഒരു മാൻ വന്നിട്ടുണ്ട്, ഡീലിങ്സ് ഓഫ് റിലേഷൻഷിപ്പത്തെ മാനാണ്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മരിച്ചുപോയ പിതൃക്കളോ അങ്ങനെ ആരെങ്കിലും ഒരാൾ നിങ്ങളെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് 2 കാർഡ് നമ്മളെ സൂചിപ്പിക്കുന്നത്. കാരണം ഇതും പ്രൊട്ടക്ഷൻ്റെ ഒരു കാർഡാണ്. 7 ഓഫ് വാൺസും അതും പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾക്ക് എന്തൊക്കെ തന്നെ പ്രതിസന്ധികൾ വന്നാലും നിങ്ങളെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതെപ്പോഴും മനസ്സിൽ വിചാരിക്കുക. അതുകൊണ്ട് തന്നെ വളരെ പെയിൻ ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഇതിൽ ഏസ് ഓഫ് സോർട്സ്, ഏസ് ഓഫ് പെൻഡക്കിള് ഷാഡോയാണ്. കാരണം പുതിയ തുടക്കം നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് ശരിക്കും നിങ്ങൾ കൈ നീട്ടിയിട്ടുണ്ട്, അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിലൂടെ ഒരു ഗ്യാപ്പുണ്ട്, അത് നിങ്ങളിലേക്ക് എത്തിയിട്ടില്ല, എത്താൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഈ 6 ഓഫ് പെൻഡക്കിൾ പറയുന്നത് നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എത്ര പെയിനിലൂടെ പോയിട്ടുണ്ടോ അതിനൊക്കെ തിരിച്ച് ആ ഒരു കാര്യമൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതൊരു ഏസ് ഓഫ് പെൻഡക്കിളാണ്, ഏസ് ഓഫ് കപ്പാണ്. അപ്പോൾ അതും ഷാഡോയാണ് വന്നിട്ടുള്ളത്. ഏസ് ഓഫ് കപ്പിൻ്റെ ഷാഡോയാണ്. അപ്പം അത് എത്തിയിട്ടില്ല നിങ്ങളുടെ കയ്യിൽ. ഇതൊരു ചില ആൾക്കാർക്ക് ഇതിലൊരു ലവേഴ്സ് കാർഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അതൊരു പ്രണയമായിരിക്കാം. ചില ആൾക്കാർക്ക് സാമ്പത്തിക ബാധ്യതയാണെന്ന് കാണുന്നുണ്ട്. അങ്ങനെ രണ്ടും പറയാം. ചിലർക്ക് കുറച്ച് സാമ്പത്തികമായി ഒരു പെട്ടെന്നങ്ങ് ലോസായിപ്പോയി എന്ന് കാണുന്നുണ്ട്. ഇത് ആ ഒരു കാര്യം ശരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അത് എത്തിയിട്ടുണ്ട് നിങ്ങളിലേക്ക്. ക്യാരേജാണ്, എ ജേണി, ഇതർ ഫിസിക്കൽ ഓർ മെൻ്റൽ. ഇത് തന്നെയാണ് ഈ 6 ഓഫ് സോർട്സ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു യാത്രയാണ്, ഒരു ചേഞ്ചാണ്. ഈ ഇപ്പോൾ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ക്രാക്കഡ് കപ്പാണ്, ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ലൈഫ്. നിങ്ങൾക്ക് ശരിക്കും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഹാർട്ട് ബ്രേക്കാണ്, ഒരു സംതൃപ്തി ഇല്ല, ഒരു സാറ്റിസ്ഫാക്ഷനും ലൈഫിൽ നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. മുന്നോട്ട് ജീവിക്കാൻ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. പക്ഷേ അതിൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ നഷ്ടബോധത്തിലിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് വളരെ പെയിനിലിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷേ അത് മാറി നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള സമയങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ 4 ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ പ്രൊട്ടക്ഷനുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് പ്രൊട്ടക്ഷനുണ്ട്. 4 ഓഫ് പെൻഡക്കിളും വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങളെ ദൈവം വിട്ടുകളഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഫൊർഗീവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഹാർട്ട് ബ്രേക്ക് തന്ന ഒരു കാര്യം നിങ്ങൾ ആ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയ സന്ദർഭത്തിനെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് കൊടുക്കണം എന്ന് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുമോ അത്രത്തോളം ഫാസ്റ്റിൽ നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. കാരണം ദൈവം നോക്കുന്നത് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്.
ആര് നമ്മളെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടോ അതൊന്നും നമുക്ക് ആ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലിട്ട് വീണ്ടും 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 അതിന് എന്നാലും അങ്ങനെ ചെയ്തല്ലോ അങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ശരിക്കും പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സാഹചര്യത്തെ പൂർണ്ണമായി ഫൊർഗീവ് ചെയ്യുക, ആ ചെയ്ത വ്യക്തികളെ പൂർണ്ണമായി ഫൊർഗീവ് ചെയ്യുക. നിങ്ങൾ മാപ്പ് കൊടുത്താൽ മാത്രമേ നിങ്ങളിലേക്ക് നന്മകൾ വരുള്ളൂ എന്നാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത്. ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് ബോട്ടം ഓഫ് ദി ഡെക്ക്. ഇപ്പം ശരിക്കും ഒരു പ്രണയം ഉണ്ട്, ഒരു കൂടിച്ചേരൽ ഇതിനകത്തുണ്ട്. നിങ്ങളെ നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾ ചേഞ്ച് ആകുമ്പോൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെയോ ആ സാഹചര്യത്തെയോ നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് കൊടുക്കണം എന്ന് കാണുന്നുണ്ട്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ടാണ്. മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ് ഇപ്പോൾ ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാന്നുള്ളതാണ്. ശരിക്കും മനസ്സ് നിങ്ങളെ കളിപ്പിക്കുന്നുണ്ട്. എങ്ങോട്ട് പോകണം, ഏത് സ്റ്റെപ്പ് എടുക്കണം എന്നൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് മാറി നിങ്ങളുടെ ആ ഒരു ഇതിൽ സ്റ്റാൻഡിൽ നിൽക്കാൻ നിങ്ങൾ തുടങ്ങുന്നുണ്ട് എന്നുള്ളത്, നിങ്ങൾ കാലുറപ്പിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടേണ്ടതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അല്ലാതെ ഈ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് വരരുത്. ഹാർട്ട് ബ്രേക്കിൽ നിന്ന് നിങ്ങൾ ഒന്ന് മൂവ് ഓൺ ചെയ്യണം. ആ ചെയ്ത സാഹചര്യങ്ങളെയും ആ സംഭവിച്ച കാര്യങ്ങളെയും ആ പറ്റിയ ആ ഒരു നിങ്ങളെ പറ്റിച്ച അല്ലെങ്കിൽ ചതിച്ച ആ വ്യക്തികളേക്കും നിങ്ങൾ പൂർണ്ണമായി ഫൊർഗീവ്നെസ് കൊടുക്കണം എന്നുള്ളതാണ്. തേർഡ് ഐ ചക്രയാണ്. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഒക്കെ മാറ്റി നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ ഇൻഡ്യൂഷനെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ അഫെയർസ് വിത്ത് യുവർ ഫാമിലി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഫാമിലിയുമായി വളരെയധികം നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ചിലർക്ക് ഫാമിലിയുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ഇത്രയധികം ഒരു ഒന്നില്ല ഹസ്ബൻഡ് വൈഫായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നിരിക്കാം. പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ ആരെയാണോ നിങ്ങൾ ഓർത്ത് വേദനിക്കുന്നത് ആ വ്യക്തിക്ക് പൂർണ്ണമായും നിങ്ങൾ ഫൊർഗീവ്നെസ് കൊടുക്കുക എന്നുള്ളതാണ്. ക്ഷമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ബ്ലെസ്സിങ്സ് പൂർണ്ണമായും നിങ്ങളിലേക്ക് പെട്ടെന്ന് വരുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പിരിറ്റ് ഗൈഡ്സിന് നിന്ന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ആ ഒരു അവസ്ഥ എന്തായാലും ചേഞ്ച് ആയി വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് വളരെയധികം മാറ്റം വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.